തുടരുക. സ്റ്റാലിൻ ഇപ്പോൾ 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ആറ്റുനോറ്റുണ്ടായതാണ്. എന്ത് നീതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്? കൊന്നത് സത്യമാണ്. അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കോടതി പരിസരത്ത് മുഴങ്ങിയ ഒരച്ഛന്റെയും അമ്മയുടെയും വാക്കുകളാണിത്. ആലുവയിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് പോലെ കേരളം കാത്തിരുന്ന വിധിയായിരുന്നു ഇത്. കുഞ്ഞിനെ കൊന്നത് അർജുൻ അല്ലെങ്കിൽ പിന്നെ ആര്? കേസിൽ എവിടെയാണ് പിഴച്ചത്? പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. നീതിദേവത തലകുനിച്ച ദിവസമാണിത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ട വെറുക്കപ്പെട്ട നിമിഷം. വിധി വന്നതോടെ ഏറെ നാടകീയ രംഗങ്ങൾക്കാണ് കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത്. 14 വർഷം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ നഷ്ടമായ അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ ഇപ്പോഴും ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാൻ പോലും മടിക്കില്ലെന്ന അച്ഛന്റെ വാക്കുകൾ. പിഞ്ചുകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഒപ്പം നിയമ സംവിധാനത്തിലെ പഴുതുകളും ചർച്ചയാകുന്നു. ഒരുപാട് തെളിവുകൾ അവനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ കേസിൽ തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇപ്പൊ തെളിവ് കേസ് വെറുതെ വിട്ടിരിക്കുന്നത് അറിയത്തില്ല. പിന്നെ ഇനി ഞാൻ പോകാത്തായിരുന്നില്ല. ഇനി അങ്ങനെ വെറുതെ വിട്ടില്ല. ഞങ്ങൾ കൈകാര്യം ചെയ്തു, ഞങ്ങളുടെ വീട്ടുകാർ കൈകാര്യം ചെയ്തു. ഈ കേസേ വേണ്ട. കേസ് ഇതിന് വേറെ ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ ഒരുപാട് ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടിയില്ല. അവൻ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം എഴുതി തയ്യാറാക്കിയ കേസാണ്. ഇതിനെങ്ങനെ വെറുതെ പോകും? എന്തിനാ സാറേ കോടതി? ഇങ്ങനെയാണോ കോടതി? ഇങ്ങനെയാണോ നീതി? 14 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ചാണ്. അവളെ കൊന്നുകളഞ്ഞില്ലേ? എൻ്റെ മോളെ കൊന്നത് സത്യമാണ്. അവനെ വെറുതെ വിടില്ല. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കാര്യങ്ങൾ. നെഞ്ചുപൊട്ടി ഒരച്ഛനും അമ്മയും അലമുറയിടുമ്പോൾ കേരളം ഒന്നടങ്കം തല കുനിച്ചു നിൽക്കുകയാണ്. 6 വയസ്സുകാരിയെ കൊന്നത് അർജുൻ അല്ലെങ്കിൽ പിന്നെ ആര്? കാശ് കൊടുത്താൽ ആരെ വേണമെങ്കിലും പുറത്തു വിടും. നാടിനെ നടുക്കിയ കേസിലാണ് പ്രതിയെ വെറുതെ വിട്ടത്. അയൽവാസിയായ പ്രതി അർജുൻ 3 വയസ്സ് മുതൽ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയും 6-ാം വയസ്സിൽ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു കേസ്. എന്നാൽ പ്രതിക്ക് ശിക്ഷ ലഭിക്കത്തക്ക ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല. കൊലപാതകം, ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് വിധിന്യായത്തിൽ കട്ടപ്പന അതിവേഗ കോടതി സ്പെഷ്യൽ ജഡ്ജി വി മഞ്ജു നിരീക്ഷിച്ചു. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു. 48 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 69-ലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി. വിധി പ്രസ്താവിച്ചതോടെ വൈകാരിക രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. നീതി കിട്ടിയില്ലെന്ന് വിലപിച്ച അമ്മ കോടതി വളപ്പിൽ നിലത്തുരുണ്ടു. പോലീസുകാർ ഏറെ പണിപ്പെട്ടാണ് ഇവരെ കോടതി പരിസരത്ത് നിന്ന് നീക്കിയത്. കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം കോടതി വളപ്പിൽ പ്രതിഷേധമുയർത്തി.
കോടതി വെറുതെ വിട്ട പ്രതിക്കെതിരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇയാളെ മാറ്റിയത്. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. പ്രതിയെ വെറുതെ വിട്ടത് പോലീസിനും പ്രോസിക്യൂഷനും കനത്ത തിരിച്ചടിയാണ്. ന്യൂസ് 18 ഇടുക്കി. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ പിന്നെ ആരാണ് കൊലയാളി? ഈ ചോദ്യമാണ് കേരളം ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ആ കുഞ്ഞിന് നീതി നടപ്പാക്കി നൽകാൻ നമ്മുടെ പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും കഴിയണം. കട്ടപ്പന പോക്സോ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും തീരുമാനം. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ 6 വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ മുതൽ മിഠായിയും ഭക്ഷണസാധനങ്ങൾ നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത്. കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു എന്നും കൊലപാതകമാണെന്നും വ്യക്തമായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ഇതിനെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും ലഭിച്ചിരുന്നു. കേസിൽ 78 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തെളിവെടുപ്പിൽ കുറ്റം ചെയ്ത രീതി പ്രതി പോലീസിനോട് വിവരിച്ചിരുന്നു. എന്നാൽ പല കുറ്റങ്ങളും കോടതിയിൽ തെളിയിക്കാനായില്ല. പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചകൾ ഉണ്ടായി എന്നാണ് ആരോപണം. കേസിൽ SC/ST പീഡന നിരോധന നിയമപ്രകാരമുള്ള 325 വകുപ്പ് ചേർക്കണമെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം പോലീസ് അവഗണിച്ചിരുന്നു. കോടതിയിൽ പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്ന് പ്രതിഭാഗം കുറ്റപ്പെടുത്തി. ശാസ്ത്രീയമായ യാതൊരു അന്വേഷണം നടത്തിയില്ല, ഒരു തെളിവെടുത്തില്ല, കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ആ കുട്ടിയുടെ ലയത്തിന് തൊട്ട് തെക്കേ വീട്ടിലെ, അതായത് അവിടുത്തെ ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയെടുത്തില്ല. അവർ അന്നത്തെ ദിവസം ഈ 5-ാം തീയതി അവരെ അവിടെ നിന്ന് മാറ്റിയതാ. 2.5 വർഷം യുവാവിനെ ജയിലിൽ അടച്ച് പോലീസ് പീഡിപ്പിക്കുകയായിരുന്നു എന്നും പ്രതിഭാഗം ആരോപിക്കുന്നു. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കും അനുകൂലമാവില്ല സുഹൃത്തെ. പോലീസ് ഇപ്പോൾ മുഴുവൻ തെളിവുകളും കൃത്യമായിട്ട് ഉണ്ടാക്കിയാണ് പറയുന്നത്. തീർച്ചയായും 100% എന്ത് തെളിവാണ് പോലീസിന്റെ ഉള്ളത്? സംഭവത്തിൽ അപ്പീൽ പോകുമെന്ന പ്രോസിക്യൂഷനും പോലീസും വ്യക്തമാക്കി. ഇപ്പോൾ കോടതിയുടെ ഒരു കാഴ്ചപ്പാട് പ്രതി നിരപരാധിയാണെന്നുള്ളതാണ്. ഈ പ്രതി തന്നെയാണ് കുറ്റവാളി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിന് സാധ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസ് കളക്ട് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം അവ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്, സാക്ഷികളെ വിസ്തരിച്ചിട്ടുമുണ്ട്. കേസിൽ ഇനിയും നിയമയുദ്ധം തുടരുമെന്ന് വ്യക്തം. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യവും പുറത്തുവരണം. കുരുന്നുപ്രായത്തിലെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കുട്ടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പനയിലെ കോടതി പരിസരത്ത് നിന്ന് 6 വയസ്സുകാരിയുടെ അച്ഛന്റെ നിലവിളി ശബ്ദം ഉയർന്നപ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് മഞ്ചേരി സ്വദേശി ശങ്കരനാരായണൻ എന്ന പിതാവിനെയാണ്. ആരാണ് ഈ ശങ്കരനാരായണൻ? പലരും മറന്നു കാണില്ല. സ്വന്തം മകളുടെ കൊലയാളിക്ക് സ്വയം വധശിക്ഷ നടപ്പാക്കിയ ഒരു പിതാവ്. മഞ്ചേരിയിൽ കൃഷ്ണപ്രിയ എന്ന 13-കാരിയെ
ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി മുഹമ്മദ് കോയയ്ക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. ഈ നാട്ടിലെ നിയമം ശക്തമാണെങ്കിൽ ശങ്കരനാരായണനെ പോലെ ഒരച്ഛനും തോക്കെടുത്ത് വിധി നടപ്പാക്കില്ല. മലപ്പുറം മഞ്ചേരി സ്വദേശി ശങ്കരനാരായണന്റെയും ഭാര്യ ശാന്തകുമാരിയുടെയും 3 മക്കളിൽ ഇളയ കുട്ടിയായിരുന്നു കൃഷ്ണപ്രിയ. അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമനയായി 13 വയസ്സുവരെയും ജീവിക്കാനേ അവൾക്ക് യോഗമുണ്ടായുള്ളൂ. 2001 ഫെബ്രുവരി 9 സ്കൂൾ വിട്ടുവരുന്ന വഴി കൃഷ്ണപ്രിയയെ അയൽവാസിയായ മുഹമ്മദ് കോയ എന്ന 24-കാരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അതുവരെയും വായിച്ചു പഴകിയ സ്ഥിരം പീഡനക്കേസുകളിൽ ഒന്നും മാത്രമായിരുന്നു കൃഷ്ണപ്രിയയും. കൃഷ്ണപ്രിയ മരിച്ച ശേഷം മകളോടൊത്ത് കിടന്നുറങ്ങിയ കിടക്കയിൽ പിന്നീട് ഒരിക്കലും ആ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. മലയാളി വായിച്ചറിഞ്ഞ ചിത്രങ്ങളിൽ കണ്ട ശങ്കരനാരായണൻ മകൾ മരിച്ച വിഷമത്തിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാളായിരുന്നു. മകളെ പിച്ച് ചീന്തിയവൻ മരിച്ചു വീഴും വരെയും സദാ തോക്ക് താഴെ വെക്കാതെ നടന്ന അച്ഛൻ. സംഭവത്തെ തുടർന്ന് പിടിയിലായ പ്രതിയെ കോടതി പതിവ് പോലെ ശിക്ഷിച്ചു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതി മുഹമ്മദ് കോയ 2002 ജൂലൈ 27 കൊല്ലപ്പെട്ടെന്ന വിവരവും ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങിയ വാർത്തയും ഞെട്ടലോടെയാണ് നാം കേട്ടത്. ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ പിന്തുടർന്ന് നാടൻ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മകളെ നഷ്ടപ്പെട്ട വേദനയിൽ ഒരച്ഛന്റെ വികാര പ്രകടനമായി മാത്രം അതിനെ കാണാൻ കഴിയില്ല. കോടതിയിൽ നിന്ന് നീതി കിട്ടാത്തപ്പോൾ സ്വയം നീതി നടപ്പാക്കിയ ഒരച്ഛനെ ഹീറോയായി വാഴ്ത്തിപ്പാടിയവരുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്ന് പറഞ്ഞ് മഞ്ചേരി സെഷൻസ് കോടതി ശങ്കരനാരായണന് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പിന്നീട് നീതിദേവതയും കണ്ണു തുറന്നു. ശങ്കരനാരായണനെ 2006 മെയ് മാസം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ആ നരാധമനെ കൊന്നത് ശങ്കരനാരായണൻ തന്നെയാണെന്ന് ഒരുപക്ഷെ കോടതിക്ക് പോലും ബോധ്യമായി കാണണം. എന്നിട്ടും അദ്ദേഹത്തെ വെറുതെ വിട്ടുവെങ്കിൽ അതാണ് കോടതിയുടെ മനുഷ്യത്വം. കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷെബിന എന്ന യുവതി ജീവനൊടുക്കിയ കേസിൽ കുറ്റക്കാരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷെബിനയുടെ മരണത്തിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്? ഭർത്താവിന്റെ അമ്മാവന് പിന്നാലെ ഭർത്തൃമാതാവ് നബീസയും അറസ്റ്റിലായിരിക്കുന്നു. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. പക്ഷേ ഇതുകൊണ്ടും തീർന്നില്ല. കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. ഷെബിനയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് ഹബീബിന്റെ അമ്മാവൻ ഹനീഫയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് അമ്മ നബീസയും പിടികൂടിയത്. കോഴിക്കോട്ടെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. വടകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹനീഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ ആദ്യം ഹനീഫയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് മറ്റുള്ളവരെയും പ്രതി ചേർത്തത്. ഈ മാസം 4 രാത്രിയാണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കേസിൽ 10 വയസ്സുകാരിയുടെ മൊഴിയടക്കം നിർണായക തെളിവാണ്. നമ്മുടെയൊക്കെ പല വീടുകളിലും ദുരിതമനുഭവിക്കുന്ന നിരവധി വൃദ്ധ മാതാപിതാക്കളുണ്ട്. മക്കളുടെയും മരുമക്കളുടെയും ക്രൂരതയിൽ ഉള്ളു നീറി കഴിയുന്നവർ. കൊല്ലം തേവലക്കരയിൽ വൃദ്ധമാതാവിനോട് മരുമകൾ കാട്ടിയ ക്രൂരതയെക്കുറിച്ചറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ കണ്ണ് നനയും. തേവലക്കര സ്വദേശിയായ ഏലിയാമ്മ വർഗീസിനെയാണ് മകന്റെ ഭാര്യയായ മഞ്ജുമോൾ കുടുംബ വഴക്കിനെ തുടർന്ന് മർദ്ദിച്ചത്. 80-കാരിയെ കസേരയിൽ നിന്നും തള്ളിയിടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ അധ്യാപികയായ മഞ്ജുമോൾ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക്
മുൻപ് ഏലിയാമ്മയ്ക്ക് മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഏലിയാമ്മയെ മരുമകൾ നിലത്തേക്ക് പിടിച്ചു തള്ളുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വയോധികയോട് ആക്രോശിക്കുന്ന പ്രതി വീഡിയോ പകർത്തുന്നയാൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസ് കൂടുതൽ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം മരുമകളിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് ഏലിയാമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. മരുമകൾ മഞ്ജുമോൾ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അധ്യാപികയായ പ്രതി ഏറെ നാളായി വൃദ്ധയെ ഉപദ്രവിക്കുമായിരുന്നുവെന്നാണ് വിവരം. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ വെച്ച് പോലും മർദ്ദിച്ചിരുന്നു. വൃദ്ധയെ ഉപദ്രവിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിലും വീണ്ടും മർദ്ദനവും ഉപദ്രവവും തുടർന്നതായാണ് സമീപവാസികൾ പറയുന്നത്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തി കേസെടുക്കുമെന്ന് തെക്കുംഭാഗം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊല്ലം. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായി. 7 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം പത്മകുമാറിനെയും അനിതാകുമാരിയെയും അനുപമയെയും വീണ്ടും റിമാൻഡ് ചെയ്തു. കേസിൽ 3 പേർക്ക് മാത്രമാണ് പങ്കുള്ളതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇനി ശാസ്ത്രീയ പരിശോധനയുടെ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതകുമാരി, മകൾ അനുപമ എന്നിവരെ 7 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതികളിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഓട്ടുമലയിലെ കുട്ടിയെ കൂടാതെ മറ്റു പല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിരുന്നതായി പ്രതികൾ സമ്മതിച്ചു. ആസൂത്രണത്തിലോ തട്ടിക്കൊണ്ടുപോകലിലോ മറ്റാർക്കും പങ്കില്ലെന്നും പ്രതികൾ വ്യക്തമാക്കിയതായി പോലീസ് പറയുന്നു. 3-ാം ദിവസം മുതലാണ് തെളിവെടുപ്പ് നടത്തിയത്. ചാത്തന്നൂരിലെ പ്രതികളുടെ വീട്ടിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഓട്ടുമലയിലും മോചനദ്രവ്യം ആവശ്യപ്പെടാൻ ഫോൺ കൈവശപ്പെടുത്തിയ പാരിപ്പള്ളിയിലെ കടയിലും ചിറക്കരയിലെ ഫാം ഹൌസിലും കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമ മൈതാനത്തും പ്രതികൾ ഒളിവിൽ താമസിച്ച തമിഴ്നാട്ടിലും തെളിവെടുപ്പ് നടന്നു. പ്രതികളുടെ ഡയറി, കുട്ടിയുടെ ബാഗ് കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, വലിച്ചെറിഞ്ഞ പെൻസിൽ ബോക്സ്, വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപേക്ഷിച്ചത് എന്നിവയെല്ലാം അന്വേഷണ സംഘം കണ്ടെടുത്തു. സംഘത്തിനൊപ്പം ഫോറൻസിക് വിദഗ്ധരുമെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം വീണ്ടും 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ തുടർന്നു. ഇതിനിടെ ഡയറിയിലെ കൈയക്ഷരം പ്രതികളുടേത് തന്നെയെന്ന് ഉറപ്പുവരുത്താൻ 3 പേരുടെയും കൈയക്ഷര പരിശോധനയും നടത്തി. ഒപ്പം മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചത് അനിതകുമാരി തന്നെയെന്ന് ഉറപ്പുവരുത്താൻ ഇവരുടെ ശബ്ദ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം അനിതകുമാരിയാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ ചെയ്തു നൽകിയ തമിഴ്നാട് സ്വദേശി നവാസിനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. റിമാൻഡ് ചെയ്ത പത്മകുമാറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും അനിതകുമാരിയെയും മകൾ അനുപമയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും കൊണ്ടുപോയി. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രസവിച്ച് ഈ മണ്ണിലേക്ക് വീണ നാൾ മുതൽ ക്രൂരത ഏറ്റുവാങ്ങിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനോട് മരണശേഷവും ദയ കാണിക്കാത്ത ലോകമാണിത്. കൊച്ചിയിൽ അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ ആ കുട്ടിയുടെ സംസ്കാരം നടത്താൻ ഒടുവിൽ പോലീസ് തന്നെ മുന്നോട്ട് വരേണ്ടി വന്നു. മൃതദേഹം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ മൃതദേഹം. അതിനിടെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയിൽ കളമശ്ശേരി ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ മാസം 1-നായിരുന്നു ക്രൂര കൊലപാതകം നടന്നത്. കൊച്ചി കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ വെച്ച് കുട്ടിയുടെ അമ്മ അശ്വതിയുടെ കാമുകനായ ഷാനിഫ കാൽമുട്ടുകൊണ്ട് കുട്ടിയുടെ തലയിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയത്. അശ്വതിക്ക് ആലപ്പുഴ സ്വദേശിയുമായുള്ള ബന്ധത്തിൽ ജനിച്ച കുട്ടിയെ ഒഴിവാക്കാനായിരുന്നു ഈ ക്രൂരത. ഇരുവരും പോലീസ് പിടിയിലായതോടെ കുട്ടിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയായി.
തുടർന്ന് അശ്വതിയുടെ ആദ്യ ഭർത്താവായ ആലപ്പുഴ സ്വദേശിയെ പോലീസ് സമീപിച്ചെങ്കിലും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി. ഇയാളുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായെങ്കിലും തുടർന്ന് കാമുകനായ ഷാനിഫിനൊപ്പമായിരുന്നു അശ്വതി. ഏറ്റെടുക്കാൻ ആളില്ലാതായതോടെ അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടി മാത്രമാണ് പോലീസിന് മുന്നിലുണ്ടായത്. ഒടുവിൽ കേസന്വേഷിച്ച എളമക്കര പോലീസ് സംസ്കാരം നടത്താൻ തീരുമാനിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം കൊച്ചി കോർപ്പറേഷന്റെ സഹകരണത്തോടെ 2 ദിവസത്തിനുള്ളിൽ സംസ്കാരം നടത്തും. അതേസമയം ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഷാനിഫിനെ ചേർത്തലയിൽ ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മരണമുറപ്പിക്കാൻ കുട്ടിയുടെ പുറത്ത് കടിച്ചത് ഷാനിഫ് തന്നെയെന്ന് ഉറപ്പാക്കാൻ ഷാനിഫിന്റെ ദന്തനിരയുടെ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. റിമാൻഡിലുള്ള അശ്വതിയെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വയോധികനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. നേരത്തെ അറസ്റ്റിലായിരുന്ന മുഖ്യപ്രതി കൗശിക് ഷായുടെ കൂട്ടാളികളാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 40ഓളം സിം കാർഡുകളും നിരവധി ATM കാർഡുകളും ചെക്ക് ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. കേസിൽ 3 പേരാണ് ഇതുവരെയും അറസ്റ്റിലായത്. മുഖ്യപ്രതി കുശാൽ ഷായ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. AI തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായ്ക്ക് തട്ടിപ്പിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ് പിടിയിലായത്. മഹാരാഷ്ട്ര സ്വദേശികളായ അമൃഷ് അശോക് പട്ടേൽ, സിദ്ധേഷ് ആനന്ദ് കാർവെ എന്നിവർ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകുകയും വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിക്കാൻ സഹായം നൽകുകയും ചെയ്തു. ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കോഴിക്കോട് സിറ്റി സൈബർ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. മൊബൈൽ ഫോണുകളും നമ്പറുകളും താമസസ്ഥലവും അടിക്കടി മാറുന്ന സംഘത്തെ ദിവസങ്ങൾ നീണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത്. നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയതായി പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന 6 മൊബൈൽ ഫോണുകൾ, 30ലധികം സിം കാർഡുകൾ, 10 ATM കാർഡുകൾ, ബാങ്ക് ചെക്ക് ബുക്ക് എന്നിവയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. തട്ടിപ്പിന്റെ ആസൂത്രകനായ കുശാൽ ഷായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇയാൾ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. എന്നാൽ മിക്ക കേസുകളിലും കുശാൽ ഷായെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണുകളില്ല. ഗുജറാത്തിലെ വിദൂര ഗ്രാമങ്ങളിലുള്ള കർഷകരുടെയും അക്ഷരാഭ്യാസം പോലുമില്ലാത്ത വയോധികരുടെയും പേരിലാണ് സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും. എന്നാൽ കോഴിക്കോട് നടന്ന തട്ടിപ്പിൽ കുശാൽ ഷായുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യ പണം പോയത്. അവിടെ നിന്നും ഗോവയിലെ ഗെയിമിംഗ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കും പിന്നീട് കേസിൽ നേരത്തെ പിടിയിലായ ഷെയ്ഖ് മുർസുവിന്റെ മകന്റെ അക്കൗണ്ടിലേക്കും പോയി. കുശാൽ ഷാ നിലവിൽ നേപ്പാളിലാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ജൂലൈയിലാണ് കോഴിക്കോട് പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്നും 40,000 രൂപ തട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുന്നുണ്ട്. നിങ്ങളുടെ വാഹനമിടിച്ചൊരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായാൽ കാർ നിർത്താതെ പോകുന്നവർ ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കണം. മലപ്പുറം കുറ്റിപ്പുറത്ത് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ കാറിടിച്ച് മരിച്ചൊരു സംഭവമുണ്ടായി. അപകടത്തിനിടയാക്കിയ കാർ പക്ഷേ നിർത്താതെ പോയി. ഒടുവിൽ കാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശി ഡോക്ടർ ബിജു ജോർജിനെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് മാത്രം കേസെടുത്ത് വിടുമായിരുന്ന സംഭവമാണ് ഡോക്ടറിനിപ്പോൾ കെണിയായത്. കുറ്റിപ്പുറത്ത് ബൈക്ക് യാത്രക്കാരന്റെ മരണത്തിന് കാരണമായ അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയ കാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടേതാണെന്നാണ് പോലീസ് പറയുന്നത്. അപകടത്തിന് ശേഷം പൊളിച്ചു വിൽപ്പന നടത്താൻ തൃശൂരിലെ കടയിലെത്തിച്ച കാർ കുറ്റിപ്പുറം പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശി ഡോക്ടർ ബിജു ജോർജിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും തെളിവ് നശിപ്പിക്കലിനുമാണ് കേസ്. നവംബർ 27 പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കുറ്റിപ്പുറം കഴുത്തല്ലൂർ സ്വദേശി സനാഖ് മരിച്ചിരുന്നു.
സംഭവത്തെ തുടർന്ന് കുറ്റിപ്പുറം CI PK പത്മരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാറിനെക്കുറിച്ച് വിവരം ലഭിച്ചത്. ചങ്ങരംകുളത്തെ CCTVയിൽ നിന്നാണ് നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞു തൂങ്ങിയ കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ശേഷം നിർത്താതെ പോയ കാർ കുന്നംകുളത്ത് വെച്ച് കേടുവന്നതോടെ അവിടെയുള്ള കടയിൽ പൊളിച്ചു വിൽക്കാനായി ഏൽപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അപകടത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് ഡോക്ടർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ തെളിവ് നശിപ്പിക്കാനാണ് കാർ പൊളിച്ചു വിൽക്കാൻ ഡോക്ടർ ശ്രമിച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരൂർ. പോലീസ് പട്രോൾ ഇനി പോകുന്നത് വയനാട് മീനങ്ങാടിയിലേക്കാണ്. മീനങ്ങാടിയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 20 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ കണ്ണൂർ സ്വദേശികളായ 6 പേരെ പോലീസ് സാഹസികമായി പിടികൂടി. കർണാടക ചാമരാജ് നഗറിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ യാത്രികരിൽ നിന്നാണ് സംഘം കവർച്ച നടത്തിയത്. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാർ തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് പണം കവർന്ന ശേഷം യാത്രികരെ ഇറക്കിവിടുകയുമായിരുന്നു. ഈ മാസം 7-ാം തീയതി മീനങ്ങാടി അമ്പലപ്പടിയിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഒരു സംഘം ആളുകൾ കോഴിക്കോട് എഗരൂൾ സ്വദേശി മക്ബൂലും ഈങ്ങാപ്പുഴ സ്വദേശി നാസറും സഞ്ചരിച്ച കാർ കടത്തിക്കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ കാർ യാത്രക്കാരെ മേപ്പാടിയിൽ വെച്ച് കാറിൽ നിന്നും ഇറക്കിവിട്ടു. തുടർന്ന് മേപ്പാടിയിൽ മറ്റൊരിടത്ത് കാർ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച മീനങ്ങാടി പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ സ്വദേശികളായ കുട്ടപ്പൻ എന്ന ജിജിൽ, R അനിൽകുമാർ, PK ജിതിൻ, K അമൽ ഭാർഗവൻ, R രഞ്ജിത് കുമാർ, R അഖിലേഷ് എന്നിവരെയാണ് പിടികൂടിയത്. ബത്തേരി DYSP KK അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ കണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് മുഖവൂർ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പണം കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ. പുലിപ്പാർ സ്വദേശി ശ്രീകുമാറിനെയാണ് വലിയമല പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര ഓടനാവട്ടത്ത് ഹരിതകർമ്മസേന അംഗങ്ങളെ വളർത്തുനായെ വിട്ട് കടിപ്പിച്ചതായി പരാതി. വീട്ടുടമ മനോജിനെതിരെ പൂയപ്പള്ളി പോലീസ് കേസെടുത്തു. തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. ഡോക്ടറെ 1-ാം പ്രതിയും പുരുഷ നഴ്സിനെ 2-ാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് മുക്കത്ത് പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ കേസിൽ പ്രതികൾ ഉപയോഗിച്ച കാർ കണ്ടെത്തി. പെരിന്തൽമണ്ണയിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ പയ്യന്നൂരിൽ യുവവൈദികൻ വിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത. പയ്യന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കിട്ടിയ ഊമക്കത്തിന് പിന്നാലെയാണ് യുവവൈദികൻ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് വിവരം. എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് അന്ത്യം സംഭവിച്ചത്. വൈദികന്റെ സഹോദരി പുത്രിയുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയ്ക്കിടെ ആശുപത്രിയിലെ ഡോക്ടറോട് ജീവനൊടുക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ തനിക്ക് ലഭിച്ച ഊമക്കത്താണെന്ന് മൊഴി നൽകിയ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ആരാണ് ആ കത്തയച്ചത്? ജീവനൊടുക്കാൻ മാത്രം എന്തായിരുന്നു ആ കത്തിൽ? പോലീസ് അന്വേഷിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.